ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈസൂരത്തെ ദാൽ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. തുവരപ്പരിപ്പും മസൂർ ദാൽ എന്ന് ഇവിടെ പറയും, മൈസൂരി പരിപ്പ് കൊടുക്കുക കേട്ടോ. അത് നന്നായി കഴുകി വന്ന ശേഷം പിന്നെ അതിലേക്ക് സവാള, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, തക്കാളി കേട്ടോ. തക്കാളി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. നമ്മളവിടുത്തെ കറിക്കൊക്കെ തക്കാളി കുറവേക്കാരം, ഇവിടുത്തെ കറികൾക്കൊക്കെ കൂടുതലും തക്കാളി യൂസ് ചെയ്യും കേട്ടോ. അതേപോലെ മല്ലിച്ചപ്പും ഇവിടുത്തെ എല്ലാ കറികൾക്കും മല്ലിച്ചപ്പും ഉണ്ടാവും കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ആക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കടുകിട്ടു, ഉലുവ ഇട്ടു, ഇനി ജീരകം കൂടി ഇടാം കേട്ടോ. പിന്നെ കുറച്ച് അരിയും കൂടി അതിലേക്ക് ചേർത്തിട്ടൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അടുക്ക് പിടിക്കാതെ ഒന്ന് കരിഞ്ഞു പോവാതെ ഉലുവയും അരിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ അരിൻ്റെ കളറൊക്കെ മാറി വറുത്തെടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നല്ല ഒരു 5-6 വിസിലെങ്കിലും വരണം കേട്ടോ. നല്ല വിസിൽ വന്ന് നല്ല വേവണം. അപ്പോൾ നല്ല വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലപ്പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ വെള്ളം അടിയിലേക്ക് പോണ മാതിരി ഒന്ന് ആക്കിയിട്ട് വെച്ചെടുത്തിട്ട് ഇത് നല്ലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ലൊന്ന് മാഷായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ചൂടോടുക്കെ തന്നെ ഒന്ന് നല്ലൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചതിൻ്റെ ശേഷം താഴെയുള്ള നമ്മളെ കറിക്ക് അങ്ങോട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച് പാർന്നാൽ മതി ഈ സമയത്ത്. ആ വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി താളിക്കണം കേട്ടോ. അപ്പോൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. പിന്നെ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. കളറൊന്ന് ചേഞ്ചായി കിട്ടണം കേട്ടോ. ഒരു ഗോൾഡൻ കളറായി കിട്ടണം. കരിയാനും പാടില്ല, എന്നാൽ നല്ലൊന്ന് റോസ്റ്റായി കിട്ടണം കേട്ടോ. ഉള്ളിയൊക്കെ കുറച്ച് ആയിക്കഴിഞ്ഞാൽ ഇളക്കിയും കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ ഉള്ളി. അപ്പം താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. കുറുന്നനെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.